ഹലോ ഗായ്സ്, ഹാപ്പി ഓണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണം ദിവസം എങ്ങനെയായിരുന്നതാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം മറന്നുപോയി. ഞാൻ ഈ ഒരു ദിവസം ഞാൻ ശരിക്കും ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ഇതിൽ മിസ്സായിപ്പോയി. പിന്നെയാണ് ഓർമ്മ വന്നത്, അയ്യോ ഇതൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്ത് എനിക്ക് വ്ളോഗിലിടായിരുന്നല്ലോ എന്നൊക്കെ വിചാരിച്ച് എന്നൊക്കെ തോന്നിയത്. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ എണീറ്റ് റെഡിയായി അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ്. അമ്പലത്തിൽ പോകാൻ 6:45 7 മണിയായിട്ടും ആയപ്പോൾ തുടങ്ങി. ഞങ്ങൾ ഇറങ്ങിയത് 8 മണിക്ക്. അങ്ങനെ ഞാനും ഉണ്ണിയേട്ടനും സായുവും അനിയനും കൂടെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളാണ് പോകാൻ. വീട്ടിൽ അമ്മയൊന്നും വന്നില്ല, കാരണം അവർ ഭക്ഷണം റെഡിയാക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന്. അപ്പോൾ ഞങ്ങളിവിടെ കാപ്പോയിൽ അമ്പലത്തിലേക്കാണ് വന്നത് കേട്ടോ. ഞങ്ങൾ ഓണം, വിഷു, ബർത്ത്ഡേ അങ്ങനെ എന്തുണ്ടെങ്കിലും ഈ അമ്പലത്തിലേക്കാണ് കൂടുതലും വരാറ്. അപ്പോൾ പ്രാവശ്യം പതിവ് തെറ്റിച്ചില്ല. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറുകയാണ്. ഇങ്ങനെ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാൻ തന്നെ ഒരു നല്ലൊരു ഇതല്ലേ. അങ്ങനെ ഞങ്ങൾ പുഷ്പാഞ്ജലി എടുക്കാൻ വേണ്ടി നിൽക്കണം. അപ്പം ഞാൻ ഉണ്ണിയേട്ടനോട് നോക്ക് വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പം മാത്രം ചിരിച്ചിട്ട് പിന്നെ അങ്ങ് മുഖം തിരിച്ചാവുന്നു. ഞാനപ്പോൾ ഇങ്ങനെ ചീത്ത പറയുന്നത് കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സോനു സായു അത് അപ്പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെ പേരിലും പുഷ്പാഞ്ജലിയും പിന്നെ സായുവിൻ്റെ പേരിലൊക്കെ നെയ്വിളക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി എൻ്റെ കൂട്ടത്തിലൊക്കെ ചെയ്തു. നടയിൽ തന്നെ ഇങ്ങനെ പൂവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിൻ്റെ നടയിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാഴ്ച. അങ്ങനെ അമ്പലത്തിൽ കയറി തൊഴുത് ഇറങ്ങി വേഗം തന്നെ. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇന്ന് മഴ ആയതുകൊണ്ടായിരിക്കും അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫോട്ടോ എടുക്കാനാണ് പറഞ്ഞ് നിൽപ്പിച്ച കേട്ടോ. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടേ ഇറങ്ങി കേട്ടോ. അപ്പം ഉണ്ണിയേട്ടനും സായും കൂടെ കയറി. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ ഈ വീഡിയോ എടുത്തെന്താണെന്ന് വെച്ചാൽ, കണ്ടോ നല്ല വെയിൽ. അതുവരെ ഒരു മഴ മൂടലായിരുന്നു, പിന്നെ നല്ല വെയിൽ. ഞാനും വിചാരിച്ചിരുന്നു ഫുള്ള് മഴ കൊണ്ടുപോയിന്ന്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വെയിലടിക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഇവനിങ്ങനെ പറപ്പിച്ച് പോകുന്നതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതാണ് സത്യം. അങ്ങനെ ഞങ്ങൾ ഉണ്ണിയേട്ടൻ്റെ വീട്ടിലും കൂടെ പോയിട്ടോ. അവിടുന്ന് പിന്നെ തിരിച്ച് അത് കഴിഞ്ഞിട്ട് സർലാസിന് ഉണ്ടാക്കാനുള്ള കുറച്ച് തൈര് കാര്യങ്ങളൊക്കെ വാങ്ങാണ്ട് അതൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് വിക്കറ്റ് കിട്ടി. പിന്നെ അമ്പലത്തിൽ പോയി വന്നിട്ടാണ് ഞങ്ങൾ ചായ കുടിച്ചു കേട്ടോ. അപ്പോൾ വെള്ളയപ്പവും സാമ്പാറും ആയിരുന്നു രാവിലെ തന്നെ ആക്കിയിരുന്നത്. അപ്പം ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് അതൊക്കെ റെഡിയായി. ഉച്ചക്കത്തെ ഭക്ഷണത്തിൻ്റെ കാര്യമൊന്നും ഞാനതിൽ കാണിച്ചിട്ടില്ല, അതാണ് ഞാൻ പറഞ്ഞാൽ മറന്നുപോയെന്ന്. സായു ഇപ്പുറത്ത് കളിക്കുന്നുണ്ട്, അപ്പോൾ സൗണ്ട്. അങ്ങനെ ഞങ്ങൾ സിനിമയൊക്കെ കണ്ട് കാണിച്ചപ്പോൾ തന്നെ കക്കൂസിൻ്റെ വരച്ച് ഞങ്ങൾ ഏതായിരുന്നു സർവമായ സിനിമ ഉണ്ടായിരുന്നല്ലേ ടി വിയിൽ. അപ്പോൾ അതൊക്കെ കണ്ട് ഇത് പിന്നെ വൈകുന്നേരമാണ് ഞങ്ങൾ മീൻ പൊള്ളിച്ചതാണ്. അപ്പോൾ ഉണ്ണിയേട്ടൻ്റെ സ്പെഷ്യലായിട്ട് മീൻ പൊള്ളിക്കും. ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്നു വൈകുന്നേരം നമുക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് മീൻ പൊള്ളിക്കണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അതൊക്കെ പൊള്ളിച്ച് അടിപൊളിയായിട്ട് കിട്ടിയിട്ടോ. ആദ്യം ഇങ്ങനെ പൊള്ളിച്ചെടുത്തിട്ട് പിന്നെ വാഴയിലൊക്കെ പോയി ചുട്ടെടുത്ത ആ ഒരു ഇതാണ് നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ 2 മീൻ ഉണ്ടാക്കിട്ടോ. അത്യാവശ്യം നല്ല വലിയ മീനാണ്. മീനിൻ്റെ പേരെന്താ, എന്തൊരു മീൻ. അപ്പോൾ അതൊക്കെ ചെയ്ത് നല്ല ചൂടായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ തന്നെ തിന്നാനുള്ള, വേറെ ആരും തിന്നൊന്നുമില്ല. അച്ഛനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അച്ഛൻ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അങ്ങനെ അധികം പിടിയില്ല. അപ്പം ഞാൻ സായുവിനെ എവിടെയെന്ന് കാണാനായിട്ട് ഞാൻ പോയി നോക്കിയപ്പോൾ അവൻ അവിടെ സോനുവിൻ്റെ റൂമിൽ കിടന്ന് തലകുത്തി മറിയായിരുന്നു. അവൻ വന്ന ഏറ്റവും കൂടുതൽ നിൽക്കുക അവൻ്റെ റൂമിലാണ്. അവൻ്റെ ടാബൊക്കെ എടുത്തിട്ട് കളിച്ച് അവിടെ ഇരിക്കും. അങ്ങനെ ഞങ്ങൾ മീൻ തീറ്റ തുടങ്ങിയിട്ടോ. കാരണം തണുത്ത് പോയത് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ സോനു തിന്നാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ പൊള്ളുന്ന കാരണം തന്നെ വരുന്നില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അന്ന് അടിപൊളിയായിട്ടോ. എന്തൊക്കെ പറഞ്ഞാലും മഴ ചതിക്കുമോ എന്നുള്ളൊരിതുണ്ടായിരുന്നു, പക്ഷെ മഴയും പെയ്തില്ല. ഏകദേശം നല്ലൊരു ദിവസം തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് ഞങ്ങൾ റൂമിലേക്ക് പോകുന്നു കേട്ടോ. കാരണം ഇവന് മാറിക്കിടന്നാൽ ഉറങ്ങൂല, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് തന്നെ പോന്നു. അപ്പം ചെറുതായിട്ട് മഴയാറുന്നുണ്ട്, കണ്ടോ ഗ്ലാസ്സിൽ കണ്ടോ പൊടിയായിട്ട് മഴയാറുന്നുണ്ടായിരുന്നു. അങ്ങനെ 6 മണി 6:30 ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ സായി പറഞ്ഞു സായിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ്. എന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് കയറാൻ വേണ്ടി തുടങ്ങിയപ്പോൾ തിരിച്ച് പിന്നെയും ടൗണിൽ പോയതാണ് ഈ കാണുന്നത് നിങ്ങൾ. അതുകൊണ്ടാണ് ഉണ്ണിയേട്ടൻ ഈ ട്രൗസറയിലൊക്കെ നിൽക്കുന്നത്. കാരണം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വെച്ച് ഇറങ്ങിയതാണല്ലോ. അങ്ങനെ ആ വകയിൽ എനിക്കൊരു ഡയറി മിൽക്കും കിട്ടി. എനിക്കിങ്ങനത്തെ ഡയറി മിൽക്ക്, ചോക്ലേറ്റ്, എനിക്ക് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് വരുന്ന എന്ത് സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര വേണമെങ്കിലും തിന്നോളൂ. അങ്ങനെ എനിക്ക് ആ ഒരു ഇതും കിട്ടി. കണ്ടോ സൈഡിൽ കണ്ടോ പിന്നെ എന്താണ് പെരുന്നാളോ എന്തോ സംഭവം, അതെ എന്തോ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം എല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒന്ന് ഇരിക്കുമ്പോഴുള്ളൊരു സമാധാനമാണ്. എന്നിട്ട് സായുവിന് റെസ്റ്റൊന്നുമില്ല, ഇങ്ങനെ ഓരോന്ന് എടുത്ത് കളിക്കും. ഞാനിങ്ങനെ വിചാരിക്കുകയാണ് എവിടെയെങ്കിലും കുറച്ചൊരു അടങ്ങിയിരുന്നൂടെ, ഇവന് ഏത് സമയം ഇങ്ങനെ പിരിപിരീന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ
ഇതെന്താ സായിട്ടാ? ഇതെന്താ? ഗുഗി ഗുളികയാ? സായിൻ്റെ ഗുളികയാ? എടുത്തിട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബൈ.